കാൽപന്തിന്റെ ആരവമുയർത്തി രാജശ്രീ ഹെറിറ്റേജ് സോക്കർ ടൂർണമെന്റ് സമാപിച്ചു. സെപ്റ്റംബർ 25-26 തീയതികളിലായി നടന്നുവെന്ന രാജശ്രീ ഫുട്ബോൾ ടൂർണമെന്റ് അഥവാ ഹെറിറ്റേജ് സോക്കർ ടൂർണമെന്റ് സമാപിച്ചു. രാജശ്രീ സ്കൂൾ ടർഫിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. 3 വിഭാഗങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ട മത്സരം ഏറെ ആവേശകരമായിരുന്നു. എറണാകുളം ജില്ലയിലെ 33ഓളം ടീമുകളാണ് രാജശ്രീയുടെ മണ്ണിൽ മാറ്റുരയ്ക്കാൻ എത്തിയത്. സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി പരിശീലകനുമായിരുന്ന ശ്രീ MM ജേക്കബാണ്. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളായ ശ്രീ സഞ്ജു തറപ്പേൽ, ശ്രീമതി മേരി ആൻ ടോമി തറപ്പേൽ, കോർഡിനേറ്റർ ആൻ ചെറിയാൻ, പ്രിൻസിപ്പൽ K കൃഷ്ണകുമാർ, വൈസ് പ്രിൻസിപ്പൽ നിഷ മാവേലി എന്നിവർ സന്നിഹിതരായിരുന്നു. 17 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീമൂലനഗരം അല്ലമീൻ കിരീടമണിഞ്ഞപ്പോൾ ഭവൻസ് വെള്ളൂർ 2ാം സ്ഥാനത്തിന് അർഹരായി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കളമശ്ശേരി രാജഗിരി ജേതാക്കളായി. തൃക്കാക്കര നൈപുണ്യ സ്കൂൾ 2ാമതെത്തി. 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീമൂലനഗരം അല്ലമീൻ വിജയിച്ചപ്പോൾ തൃക്കാക്കര നൈപുണ്യ സ്കൂൾ 2ാം സ്ഥാനത്തെത്തി. മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ ടൂർണമെന്റ് പന്തുകളുടെ ആവേശത്തിമിർപ്പ് നെഞ്ചിലേറ്റിയവർക്ക് മറക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മാൻ മേക്കിംഗ് ആണെന്ന് പറയും. എല്ലാ രീതിയിലുമുള്ള കുട്ടികളുടെ പുരോഗതിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നം വയ്ക്കേണ്ടത്. വിദ്യാഭ്യാസപരമായ പുരോഗതി, അക്കാഡമിക്കലി ഉള്ള അവരുടെ ഡെവലപ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, മെൻ്റൽ ഡെവലപ്മെൻറ്റ്, അതിനെല്ലാം തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്കിന്നുള്ളത്. രാജശ്രീ സ്കൂളിൽ നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസ അക്കാഡമിക്കിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും വളരെയധികം പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്പോർട്സ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിദ്യാഭ്യാസം ഒരിക്കലും ഒരു ക്ലാസ് റൂമിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിവിധ സ്പോർട്സ് ആക്ടിവിറ്റീസ് നമ്മുടെ സ്കൂളിൻ്റെ ക്യാമ്പസിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്. 25-26 തീയതികളിൽ 3 കാറ്റഗറീസിലായിട്ട് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഹെറിറ്റേജ് കപ്പ് നമ്മളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. വിവിധ CBSE സ്കൂളുകളിൽ നിന്നുള്ള 33 ടീമുകൾ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയും വളരെ നല്ല ഫുട്ബോൾ നമുക്ക് ഈ 2 ദിവസം നമ്മുടെ ടർഫിൽ കാണുവാൻ സാധിച്ചു. ഈ അവസരത്തിൽ എല്ലാ ടീമംഗങ്ങളോടും സ്കൂളുകളോടും അതോടൊപ്പം തന്നെ ആ കുട്ടികളെ പരിശീലിപ്പിച്ച കോച്ചുകളോടും അധ്യാപകരോടും എല്ലാമുള്ള ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും സ്പോർട്സ് പുരോഗതിക്കും മറ്റ് കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി രാജശ്രീ എന്നെന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്.